നമസ്കാരം, കമ്മത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ SLC എക്സാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ SLC എക്സാം കഴിഞ്ഞു. ഞാൻ കുട്ടികളുടെ റെസ്പോൺസ് അറിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഭാഗമൊന്നും കുഴപ്പമില്ല, എന്നാൽ അവസാനത്തെ പോർഷൻസൊക്കെ ഇച്ചിരി കട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നും കേട്ടു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചില ആൻസേഴ്സൊക്കെ നമുക്കൊന്ന് ഡിസ്കസും ചെയ്തു പോവാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. നമുക്കാകെ 29 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നായിരുന്നു. അത് 6th ടേം എഴുതാൻ. പിന്നെ ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയർ ടേംസ് ആർ ദെയർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 97, 73 ഈ രീതി പോവാണ്. എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എന്തായാലും ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവരും ചെയ്ത് കാണും. അതുപോലെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് PA × PB = PC × PD, അതിനെക്കുറിച്ച് ഇത് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം പോളിനോമിയലിലെയാണ്. x² - 4 പ്രോഡക്റ്റായിട്ട്, രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റായിട്ട്, അത് എല്ലാവർക്കും എഴുതാൻ പറ്റി കാണും. നാലാമത്തെ ചോദ്യം കോർഡിനേറ്റ്സിനകത്ത്, അതിനകത്ത് സർക്കിളിൻ്റെ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു. x² + y² = 25. ഇത് കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നാണ് നമുക്ക് പറയാം, കാരണം അവിടെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ സെൻറ്റർ ഒറിജിൻ ആണെന്ന് ഉറപ്പാണ്. പിന്നെ 5² ആണ് 25. അപ്പോൾ റേഡിയസ് 5. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഹൂസ് സെൻറ്റർ വിത്ത് ഒറിജിൻ 3, ഒറിജിൻ ആൻഡ് റേഡിയസ് 3? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഹൂസ് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 3? ഒറിജിൻ, സെൻറ്ററും റേഡിയസ് 3യുമായ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അത് എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. x² + y² = 9 എന്നാണ് അവിടെ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാനാണ്. ഒരു nth ടേം തന്നിട്ട്, അതുപോലെ അടുത്തത് ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 8 ആൻഡ് കോമൺ ഡിഫറൻസ് 5. റൈറ്റ് ദ ആൾജിബ്രാക് ഫോം. ആൾജിബ്രാക് ഫോം എഴുതാൻ ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ആറാമത്തെ ചോദ്യം ആംഗിൾ ABC 90 ഡിഗ്രി. ABC 90 ഡിഗ്രി. ആംഗിൾ C = ആംഗിൾ D 45. സിയും ഡിയും 45 ആണ്. AB 10 സെൻറ്റിമീറ്റർ. AB 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AC? AC എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇത് 10 ആയതുകൊണ്ട് ഇവിടെ 10√2 എന്ന് വരും. ആ സെയിം നീളമായിരിക്കും DB. പിന്നെ വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC? ട്രയാങ്കിൾ ABCയുടെ റേഡിയസ് എത്ര? റേഡിയസ് ആണ്, ഇത് ഡയമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി. ഇപ്പോൾ ഇവിടെ 10√2 വരുന്നുണ്ട്, 5√2 ആണ് ആൻസർ. അതുപോലെ വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABD? ABDയുടേതും സെയിം ആണ് അവിടെ വരിക, കാരണം ഇത് ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ഈക്വൽ ആയിട്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി ഏഴാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതായിരുന്നു. അത് 3 മാർക്കിൻ്റെ ചോദ്യം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, മാർക്ക് പോയിൻറ്റ് P 6 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഡ്രോ ടാൻജൻസ് ഫ്രം P ടു ദ സർക്കിൾ. ടാൻജൻസ് വരയ്ക്കാൻ വേണ്ടി എളുപ്പമുള്ള 3 മാർക്കിൻ്റെ ചോദ്യം, എല്ലാവരും വരച്ച് കാണും. എട്ടാമത്തെ ചോദ്യം കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി x - 1 x + 1. ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ തന്നെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം ABCD ഒരു സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്, ഡയഗണൽ. അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. എല്ലാവരും ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പത്താമത്തെ ചോദ്യം ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ആംഗിൾ Aയും Dയും കൂടെ കൂട്ടിയാൽ 210 കിട്ടും. ആംഗിൾ D + ആംഗിൾ C 250 ആണെങ്കിൽ ആംഗിൾ Dയും ആംഗിൾ Cയും കൂടെ കൂട്ടിയാൽ 250 ആണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ A + ആംഗിൾ C? അത് മിച്ചമുള്ളത്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 250 ആണെങ്കിൽ ബാക്കിയുള്ളത് 110 ആയിരിക്കും. ആംഗിൾ Aയും ആംഗിൾ Bയും കൂടെ കൂട്ടിയാൽ അതിൻ്റെ മെഷർ ഓഫ് ആംഗിൾ Aയും ആംഗിൾ Cയും കാണാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് സൈക്ലിക് ക്വാഡ്രിലാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്വയർ പിരമിഡിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു. സ്ക്വയർ പിരമിഡിൻ്റെ ഒരു ബേസ് എഡ്ജും സ്ക്വയറിൻ്റെ ഇവിടെ ഒരു സൈഡൊക്കെ തന്നിട്ടുണ്ട് 36. അപ്പോൾ അത് വെച്ച് ലെങ്ത് ഓഫ് ദി ബേസ് എഡ്ജ് ഓഫ് ദി സ്ക്വയർ പിരമിഡ് കാണണം. പിന്നെ സ്ലാൻ ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്, ലാറ്റസ് റെഫ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു സ്ക്വയർ പിരമിഡിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുമെന്ന്. അത് കറക്റ്റാണ്, അവിടെ സ്ക്വയർ പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 12th ക്വസ്റ്റ്യൻ സീക്വൻസ് തന്നിട്ട് അതിൻ്റെ, ഇത് അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആൻസർ കീ ഉടനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ പറയാം.
അടുത്തത് 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 4 cm ആൻഡ് ബ്രെഡ്ത്ത് 2. ഡ്രോ എ സ്ക്വയർ ഹാവിങ് സെയിം ഏരിയ. അപ്പോൾ വരയ്ക്കാനുള്ള ഇപ്പം നമ്മൾ കണ്ട 2 ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമുള്ളത് തന്നെയാണ്. 14ാമത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. പ്രോബബിലിറ്റി സാധാരണ തരിക, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ. ഇവിടെ പ്രോബബിലിറ്റി തന്നിട്ട് അതിൽ നിന്ന് ഹൗ മെനി സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 10A, 10Aയിൽ എത്ര പേരുണ്ട്, അതുപോലെ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗേൾ ഫ്രം 10A, 10Aയിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര, ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ 10B, 10Bയിൽ എത്ര ബോയ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ഉടനെയുള്ള ആൻസർ കീയിൽ ഞാൻ തരുന്നതാണ്. എന്തായാലും അടുത്ത ചോദ്യം 15ാമത്തെ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗർ 36 AC 164. പെരിമീറ്റർ 36 തന്നിട്ടുണ്ട്, അതായത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗർ 36, പെരിമീറ്റർ 36 തന്നിരിക്കുന്നു. AC √164. വാട്ട് ഈസ് AB പ്ലസ് BC? AB പ്ലസ് BC എന്ന് പറഞ്ഞാൽ ഹാഫ് ദ പെരിമീറ്റർ ആണ്, അതായത് 18 വരും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? എന്നിട്ട് AB കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ എക്സും എക്സ് പ്ലസ് 18 മൈനസ് എക്സ് അത് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇക്വേഷനിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ചോദ്യമാണത്. 16ാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിലെ ആയിരുന്നു. ട്രിഗ്നോമെട്രിയിലെ ഒരു ചോദ്യം ഇപ്പോഴാണ് കാണുന്നതെന്ന് തോന്നുന്നു. ആംഗിൾ എയും ആംഗിൾ ബിയും 30 ഡിഗ്രി വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? BCയുടെ നീളം നമുക്കറിയാം, ഇത് 4, 30യുടെ ഓപ്പോസിറ്റ് 4, അപ്പോൾ ഈ 30യുടെ ഓപ്പോസിറ്റും 4 തന്നെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? ABയുടെ നീളം എത്ര? അത് ഇവിടെ നിന്ന് ഒരു ലൈൻ പെർപെൻഡിക്കുലർ വരച്ചിട്ട് അത് ബൈസെക്ട് ചെയ്ത് കണ്ടാൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. ട്രയാങ്കിൾ PQR, PQ 4√3 cm, Pയും Qയും 30 ആണെങ്കിൽ ആ ട്രയാങ്കിൾ വരയ്ക്കാൻ. അപ്പോൾ വരയ്ക്കാൻ ഒരു ചോദ്യം ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നു. ഇത് ഈ ക്വസ്റ്റിനെ നോക്കി അതുപോലെ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് കരുതുന്നു. 17ാമത്തെ ചോദ്യം P of x is equal to x square minus 7x plus 13. അത് P of 3 കണ്ടുപിടിക്കുക. റൈറ്റ് ദ പോളിനോമിയൽ P of x മൈനസ് P of 3. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാക്കി അതിനെ എഴുതുക. സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതൊക്കെയായിരുന്നു സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ P of x മൈനസ് P of 3 is equal to 0 കണ്ടുപിടിക്കുക. അത് ഫസ്റ്റ് ഡിഗ്രി ആക്കി എഴുതി കഴിയുമ്പോൾ സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടും. 18ാമത്തെ ചോദ്യം ഒരു പ്രൂഫാണ്. AB is equal to AC എന്ന് പ്രൂവ് ചെയ്യാൻ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ കിടക്കാം. എന്തായാലും ഈ ചോദ്യം ചെയ്ത് കാണാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആൻസർ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അറിയാം. അടുത്ത 19ാമത്തെ കോർഡിനേറ്ററിലാണ്. അത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആക്സിസ് വരച്ചിട്ട് ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് 4 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്നത് എളുപ്പമാണെന്ന് കരുതുന്നു. ഇപ്പോൾ 3√3 എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വരച്ച് കണ്ടുപിടിക്കണം. അവിടെ ഒരു ചെറിയ പ്രശ്നം വരും. 3√3 തന്നിരിക്കുന്നത്. ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിൻറ്റ്സ്. ഓക്കെ. അതുപോലെ തന്നെ 20ാമത്തെ ചോദ്യം സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. സോളിഡ്സ് ചാപ്റ്ററിലെ ചോദ്യം എ സെക്ടർ ഓഫ് റേഡിയസ് 12 cm, സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. സ്ലാൻഡ് ഹൈറ്റ് കാണണം, റേഡിയസ് ഹൈറ്റ് കണ്ടുപിടിക്കുക. പിന്നെ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ മേക്ക് ദി കോൺ ഈസ് √2 cm ആണ് അതിൻ്റെ റേഡിയസ്, ഹൈറ്റ് 4. അത് സെൻട്രൽ ആംഗിൾ അവിടെ കണ്ടുപിടിക്കാനാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നില്ല. അടുത്തത് കോർഡിനേറ്റ് ജോമെട്രിയിലെയാണ്. അവിടെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ 50 ആൻഡ് 32? അത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ, ഇക്വേഷൻ കാണാൻ. പിന്നെ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ ലൈൻ x minus y is equal to 5 is 5. വാട്ട് ഈസ് ദ y കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി intersection of x plus y is equal to 5 and x minus y is equal to 5. The sum of first 4 terms of an arithmetic is 72. Sum of first 9 terms also 72. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5th ടേം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, റൈറ്റ് ദ സീക്വൻസ്. 23ാമത്തെ ബോയ് സ്റ്റാൻഡിങ് ഇൻ ദ എഡ്ജ് ഓഫ് എ കനാൽ. ഒരു കനാലിൻ്റെ ചുവട്ട് നിന്നുകൊണ്ട് ഒരു കുട്ടി സീസ് ദ ടോപ്പ്. ഇത് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ വളരെ എളുപ്പമുള്ളൂ. 1630 ഒക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. ഇത് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ് കാണാനുള്ളത്. പിന്നെ ഇൻസർക്കിൾ വരയ്ക്കാൻ റേഡിയസ് സൈഡ് 5 ആംഗിൾ എ ആംഗിൾ ബി തന്നിട്ടുണ്ട്. ട്രയാംഗിൾ വരച്ചിട്ട് ഇൻസർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു. അത് 5 മാർക്കാണ് ഇവിടെ വരയ്ക്കാനുള്ള ഈ ചോദ്യത്തിന്. 25ാമത്തെ ചോദ്യം സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 5-3 ആ സെൻറ്റർ. 5-3 സെൻറ്റർ ആയിട്ടൊരു സർക്കിൾ വരച്ചു. 5-6 ഇസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. വാട്ട് ഇസ് എ റേഡിയസ്? ഇക്വേഷൻ. ഡിസ്റ്റൻസ് ഫ്രം ദ സർക്കിൾ എക്സൈസസ്. ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ സർക്കിൾ. ടാൻജൻ്റ് ലെങ്ത് ആണ് ഒറിജിനിൽ നിന്ന്. ഇതൊക്കെയാണ് 25ാമത്തെ ചോദ്യം. 26 ദ റേഡിയസ് ഓഫ് എ സോളിഡ് സ്പിയർ ഈസ് 6 cm. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് സർഫസ് ഏരിയ. വോളിയവും സർഫസ് ഏരിയയും കാണാൻ. 27ാമത്തെ ചോദ്യം ദ ടേബിൾ ബിലോ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ. 27ാമത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നായിരുന്നു. അതും മീഡിയം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ചോദ്യമാണെന്ന് കരുതുന്നു. 28ാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി ലാർജ് സർക്കിൾ. O ലാർജ് സർക്കിളിൻ്റെ സെൻറ്ററാണ്.
സെൻറ്റർ ഓഫ് ദി സ്മോൾ സർക്കിൾ ഈസ് സി. സി ആണ് സ്മോൾ സർക്കിളിൻ്റെ സെൻറ്റർ. ഒ പി ഈസ് എ ടാൻജൻറ്റ് ടു ദ സ്മോൾ സർക്കിൾ. ഒ പി ടാൻജൻ്റ് ആണ് സ്മോൾ സർക്കിളിൻ്റെ. ആംഗിൾസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പ്രൂഫായിട്ടൊന്നുമില്ല. ഈ 1, 2, 3, 4 ആംഗിൾസ് കണ്ടുപിടിച്ചാൽ അവിടെ ആൻസർ കിട്ടും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. 29ാമത്തെ ചോദ്യം, അത് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇപ്രാവശ്യവും ചോദിച്ചത്. ഇതിൻ്റെ ആൻസറും നമുക്ക് ഉടനെ കാണാം. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എല്ലാവർക്കും തന്നെ ഒരു 50% മാർക്കിന് മേളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇത് 80ൽ 40 മാർക്ക് അതിൻ്റെ മുകളിൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 40 മാർക്കിനടുത്ത് അല്ലെങ്കിൽ 40 മാർക്കിന് മുകളിൽ ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.